യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 30-ാം തിരുവചനം. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ലോകരക്ഷകനായ ഈശോയെ കുറിച്ച് വിശുദ്ധ സ്നാപക യോഹന്നാൻ പറയുന്ന വാക്കുകളാണിത്. അതിലുപരി എളിമ എന്ന പുണ്യം വിശുദ്ധ സ്നാപക യോഹന്നാന്റെ വാക്കുകളിലൂടെ എപ്രകാരം പ്രകടമാക്കപ്പെടുന്നു എന്ന് നാം തിരിച്ചറിയണം. ഞാൻ എന്ന ഭാവം, ഈ ഞാൻ എന്ന ഭാവം നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുമ്പോൾ എളിമ എന്ന പുണ്യത്തെ അഭ്യസിക്കുവാനായിട്ട് നമ്മൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഐ എന്ന അക്ഷരം ഞാൻ എന്ന പദാർത്ഥത്തെയും സൂചിപ്പിക്കുന്നു. ഐ എന്ന അക്ഷരത്തിന് നെടുകെ നമ്മൾ ഒരു ചെറിയ വര വരയ്ക്കുമ്പോൾ ഒരു കുരിശിന്റെ ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് പ്രിയ സഹോദരരെ, ഞാൻ എന്ന ഭാവത്തിന് നെടുകെ എളിമ എന്ന പുണ്യം കൊണ്ട് ഒരു വര തീർക്കുമ്പോൾ രക്ഷപ്രദാനം ചെയ്യുന്ന കുരിശുകൾ വഹിക്കുവാനായിട്ടുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നത്. ഈ കുരിശുകളെ വഹിക്കാൻ ഞാൻ സജ്ജനാണോ, ഞാൻ തയ്യാറാണോ എന്ന് ചിന്തിക്കേണ്ടത് ഈ നോമ്പുകാലത്തിൽ വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോഴെങ്കിലും നമുക്ക് ലഭിക്കുന്ന ആത്മപ്രശംസകളും ധനവും സമ്പത്തും നമ്മുടെ സ്ഥാനമാനങ്ങളും എല്ലാം പലപ്പോഴും ഞാനെന്ന ഭാവത്തെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. ആ നിമിഷങ്ങളിലെല്ലാം എളിമ എന്ന പുണ്യം തരം താഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 149-ാം അധ്യായം 4-ാം വാക്യം. എളിയവരെ അവിടുന്ന് വിജയമണിയിക്കുന്നു. ഹൃദയത്തിലുള്ള അസ്വസ്ഥ ചിന്തകളെയും സ്വാർത്ഥ താല്പര്യങ്ങളെയും അഹങ്കാരത്തെയും എല്ലാം അതിജീവിക്കുവാൻ എളിമ എന്ന പുണ്യം അഭ്യസിച്ചുകൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ജീവിക്കുവാനായിട്ട് രക്ഷപ്രദാനം ചെയ്യുന്ന വിശുദ്ധ കുരിശുകളെ വഹിക്കുവാനായിട്ടുള്ള ശക്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.